അമേരിക്ക തങ്ങളുടെ പുതിയ മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത്. ഇറാനിലെ ലഹമർദ് പട്ടണത്തിൽ കഴിഞ്ഞ മാസം നടന്ന മാരകമായ ആക്രമണത്തിലാണ് അമേരിക്ക തങ്ങളുടെ അത്യാധുനിക മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ലഹമർദിലെ ജനവാസ മേഖലകളിൽ പതിച്ച മിസൈലിന്റെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധർ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്നാണ് വാദിക്കുന്നത്. BBC സ്ഥിരീകരിച്ച CCTV ദൃശ്യങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മിസൈൽ ആകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് വ്യക്തമായി കാണാം. മിസൈലിന്റെ സവിശേഷമായ ആകൃതി, നീളം, അത് സൃഷ്ടിച്ച സ്ഫോടനത്തിന്റെ വ്യാപ്തി എന്നിവ പരിശോധിച്ചാണിത് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്ന് നിഗമനത്തിലെത്തിയത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന് 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 2023 മാത്രം US സൈന്യത്തിന്റെ ഭാഗമായ ഈ അത്യാധുനിക ആയുധം ആദ്യമായാണ് ഒരു യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ച ATACMS മിസൈലുകളുടെ പിൻഗാമിയായാണ് ഇവ അറിയപ്പെടുന്നത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകരുന്നതും പേടിച്ച് ആളുകൾ ഓടുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാമെന്നും റിപ്പോർട്ടുകളുണ്ട്. കെട്ടിടങ്ങളിൽ അവശേഷിച്ച കരിയും ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങളും ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ വാർഹെഡ് സൃഷ്ടിക്കുന്ന ആഘാതത്തിന് സമാനമാണെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 21 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ജനവാസ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളിലും ഒരു സ്പോർട്സ് ഹാളിലുമാണ് മിസൈലുകൾ പതിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 12 വയസ്സുള്ള വോളിബോൾ താരവും ഉൾപ്പെടുന്നുണ്ട്. കുട്ടികൾ വോളിബോൾ കളിക്കാനും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനും ഉപയോഗിച്ചിരുന്ന സ്പോർട്സ് ഹാളാണ് തകർക്കപ്പെട്ടത്. സ്പോർട്സ് ഹാളിന് സമീപത്തുമുള്ള ഇറാനി റവല്യൂഷണറി ഗാർഡ് കോറിന്റെ താവളമായിരിക്കാം മിസൈലിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് വിദഗ്ധർ സംശയിക്കുന്നുമുണ്ട്. എന്നാൽ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം ഈ സൈനിക കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ആക്രമണത്തെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകാൻ US സെൻട്രൽ കമാൻഡ് തയ്യാറായില്ലെങ്കിലും തങ്ങൾ ഒരിക്കലും സിവിലിയൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാറില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആവർത്തിച്ചു. മിസൈൽ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചെങ്കിലും ഈ മിസൈലിന്റെ ഉൽപാദനം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടവുമായി അവർ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. യുദ്ധം 5ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ ഉപയോഗം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണിപ്പോൾ ഗൾഫ് മേഖലയിൽ നടക്കുന്നത്. നിലവിൽ 57,000-ലധികം US സൈനികർ ഇറാൻ അതിർത്തിക്ക് സമീപം വിവിധ താവളങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ് പ്രകാരം 3500-ലധികം സൈനികരും നാവികരുമായി USS ട്രിപ്പോളി എന്ന അത്യാധുനിക ആംഫിബിയസ് സ്ട്രഡി ഗ്രൂപ്പ് മേഖലയിൽ എത്തിച്ചേർന്നു. ഇതിനു പുറമെ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് പാരാട്രൂപ്പർമാരോടും മേഖലയിലേക്ക് നീങ്ങാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ ഗാർക്ക് ഐലൻഡ് ലക്ഷ്യമിട്ടുള്ള ഒരു കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി ഇതിനെ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിൽ ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ പൂർണ്ണ സജ്ജമാണ്. USന്റെ അഭിമാന വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയതിനെ തുടർന്ന് പകരം USS ജോർജ് H.W. ബുഷ് സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. F-35B സ്റ്റെൽത്ത് ഫൈറ്റുകൾ വഹിക്കാൻ ശേഷിയുള്ള USS ബോക്സർ എന്ന കപ്പലും കാലിഫോർണിയയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലാണെന്ന് ഈ സൈനിക നീക്കങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.